ദാറുൽ അല്ലെങ്കിൽ എന്താണ് ഫാത്തിമ സഹ്റ കോളേജ്, പിന്നെ ഈ ഒരു കോഴ്സ് എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു എൻട്രൻസ് കോച്ചിങ് നൽകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഇൻഷാ അള്ളാ നമ്മളിന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ 2 കുട്ടികൾക്കും, അതായത് ദാറുൽ ഹുദയ്ക്ക് ഇന്റർവ്യൂ എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ സഹ്റവിയ കോഴ്സിന് ഇന്റർവ്യൂ എഴുതുന്ന കുട്ടികൾക്കും ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ 2 കൂട്ടർക്കും ഒരുമിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഉള്ളത്. ഇൻഷാ അള്ളാ നാളത്തെ ക്ലാസ് മുതലാണ് നമ്മൾ സിലബസിലേക്ക് കടക്കുക. അപ്പോൾ ആ ദിവസം മുതൽ വേറെ വേറെ ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതായത് നാളെ മുതൽ ഇൻഷാ അള്ളാ നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടേക്കും ഉണ്ടാവുക കേട്ടോ. ഇൻഷാ അള്ളാ. അപ്പോ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സഹ്റവിയ ഇതിനുള്ള കുട്ടികളുണ്ട്, അതുപോലെ എത്രത്തോളം ദാറുൽ ഹുദയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ടെന്നൊന്ന് മനസ്സിലാക്കാമായിരുന്നു. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എന്നാ ജസ്റ്റ് ഒന്ന് എല്ലാവരും ജസ്റ്റ് പേര് ഇന്ന കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞാൽ മതി. എനിക്കിവിടെ ഒരു മെയിലല്ലേ കാണാൻ കഴിയുള്ളൂ. ഞാനിങ്ങനെ മെയില് വിളിക്കാം. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം ഉള്ള ആളുകളൊന്ന് ജസ്റ്റ് പറയട്ടോ. അതായത് പേര് ഇതാണ്, നാട് ഇവിടെയാണ്, ഇപ്പോൾ ഈ വർഷം ഇത്രാം ക്ലാസ് ആണ് പാസ്സായിട്ടുള്ളത്, അപ്പോൾ ദാറുൽ ഹുദയ്ക്ക് അല്ലെങ്കിൽ ഫാത്തിമ സഹ്റയ്ക്ക് ഇന്റർവ്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഫാരിസ എന്നുള്ള അക്കൗണ്ടിലുള്ള ആളാരാണ്? ഫാരിസ. കോഴ്സിനാണ് എനിക്ക് തരാന്. ഓക്കെ. ഇനി ഒരു ജംഷി എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ വേഗം ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരായിട്ട് വേഗം. ജംഷി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലുള്ളത് ജസിൻ ഹംദാൻ. ആര്? ക്ലിയർ ആണ്? ജസിൻ ഹംദാൻ. ആ ആ കോഴ്സിനുള്ളതാണ്. ഓക്കെ. പിന്നെ ഷെരീഫ ചോലയിൽ. പുത്തനത്താണ്. ആ ഓക്കെ. ദാറുൽ ഹുദ. ആ ശരി. പിന്നെ ഫൗസിയ എന്നുള്ള അക്കൗണ്ടിലുള്ളത് ഫാത്തിമ ഫബിന. ആ സഹ്റവിയ. സഹ്റവിയ കോഴ്സിന്. ഓക്കെ. പിന്നെ ഒരു വില്ലൻ ഹൗസോ വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫാത്തിമ. ആ സഹ്റവിയ. ആ ഓക്കെ. ഇനി ഷഹാന. ഷഹാന എന്നുള്ള അക്കൗണ്ടിലുള്ളത് ആ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹലോ. ആ പറഞ്ഞോളൂ. ഉദവി കോഴ്സിനുള്ളതല്ലേ, ട്രെയിനിങ് അല്ലേ? അതെ. ഇത് നമ്മള് സഹ്റവിയ കോഴ്സിനും അതുപോലെ തന്നെ ഉദവി കോഴ്സിനും ഒരുമിച്ചാണ് ഇന്നത്തെ ക്ലാസ് കൊടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് രണ്ടിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികളെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ക്ലാസ് മാറിയാണോ ചോദിച്ചത്. രണ്ടും സെയിം ആണ്, ഓറിയന്റേഷൻ ആയതുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ. അതാ പരിചയപ്പെടുത്തിക്കോളൂ. അല്ല, ഇന്റെ ഇപ്പോൾ ഒരു വേറെ കുട്ടിയും കൂടി ഉണ്ട് ഇതില്. ഓൾ വന്നിട്ടില്ല. എന്നാൽ നിങ്ങള് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് വരണം പറഞ്ഞെങ്കിൽ നമ്മള് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ആരാന്ന് വെച്ചാൽ നമുക്ക് അറിയൂലല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാന്ന് അറിയൂല. നമ്മൾ നിങ്ങൾക്ക് അയച്ചെന്ന ഗൂഗിൾ ഫോമിന്റെ അല്ല ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഇല്ലേ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. എന്നാൽ അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്കറിയാം ദാറുൽ ഹുദ എന്ന് പറയുന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ദാറുൽ ഹുദക്ക് ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്.
പിന്നെ ദാറുൽ ഹുദയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മലയാളി കുട്ടികൾക്ക് വേറെയും അതുപോലെ തന്നെ ഉറുദു കുട്ടികൾക്ക് വേറെയായിട്ട് 2 സെഷനിലായിട്ട് ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദാറുൽ ഹുദ എന്ന് പറയുമ്പോൾ ഹുദവി കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 12 വർഷത്തെ കോഴ്സാണ് ദാറുൽ ഹുദ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു 12 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള ഇപ്പൊ നമ്മള് ഡെയിലി ഇപ്പൊ സ്കൂളിൽ പോവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മദ്രസ പോവാണ് എന്നുണ്ടെങ്കിൽ ആകെ ഒരു മദ്രസ ഇപ്പൊ നമുക്കൊരു മാക്സിമം ഒരു 2 അവറാണ് കിട്ടുക. പിന്നെ ബാക്കിയുള്ള സമയത്ത് സ്കൂള്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഇടയിൽ തന്നെ സ്കൂൾ നമുക്ക് ആകെ ഒരു 4-5 മണിക്കൂറേ നല്ലപോലെ കിട്ടുള്ളൂ. പിന്നെ സ്കൂളിലേക്കുള്ള യാത്ര, പിന്നെ തിരിച്ചു വീട്ടിലേക്കുള്ള യാത്ര, പിന്നെ നൈറ്റില് നമ്മള് പഠിക്കണമൊക്കെ ആ ഒരു കഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്കൂൾ സിസ്റ്റം അല്ലെങ്കിൽ മദ്രസ സിസ്റ്റം അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, യാത്രാക്ഷീണം അത് ഇതൊക്കെ ആയിട്ട്. പക്ഷേങ്കിൽ ഇപ്പൊ നമുക്കറിയാം ദാറുൽ ഹുദ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹുദവി കോഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഹോസ്റ്റലാണ്. അപ്പോൾ രാവിലെ 7:30 തുടങ്ങുന്ന ക്ലാസ് പിന്നെ വൈകുന്നേരം 4:10 അവസാനിക്കുക. ഇതിന്റെ ഇടയിൽ ഒരു 9 പീരീഡുകളിലായിട്ട് വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കും. ആ വിഷയങ്ങളിൽ തന്നെ ഇപ്പൊ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സാധാ ഫിഖ്ഹ് പോലുള്ള ഫിഖ്ഹ്, അഖീദ പോലുള്ള വിഷയങ്ങളും കൂടാതെ മതപരമായിട്ട് നല്ല ഡീപ്പായിട്ട് തന്നെ, അതായത് ഹദീഫ്, പിന്നെ അതുപോലെ നഹ്വ്, അതായത് അറബിക് ഗ്രാമർ സംഭവങ്ങളൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ വിഷയങ്ങളും നമ്മൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ ഇപ്പോൾ SSLC ഉണ്ട്. മുന്നൊന്നും SSLC ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ദാറുൽ ഹുദ സിലബസിൽ SSLC ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 3 വർഷത്തോളമായിട്ട് SSLC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSLCയിലും തന്നെ മാഷാ അല്ലാഹ് വളരെ ഉഷാറായിട്ടുള്ള ഒരു വിജയമാണ് നമ്മളുടെ കുട്ടികൾക്കുള്ളത്. അതായത് ഫുൾ A+ ഒക്കെ ഉള്ള ഒരുപാട് നല്ല റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പൊ SSLC ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ +1 +2 നമ്മൾ സ്കൂൾ കേരള സിലബസ് ആണ് അറ്റൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് +1 +2 അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സാം ഉണ്ടാവുക. അതായത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതായത് എങ്ങനെയാണോ പുറത്തുള്ള +1 +2 കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന അതേ ലെവലിൽ തന്നെയാണ് നമ്മളതും ഉണ്ടാവുക. അതേ സർട്ടിഫിക്കറ്റ് ആണ് നമുക്കും കിട്ടുക. നമുക്ക് അങ്ങനെ ഒരു വാല്യൂല് ഡിഫറൻസ് വരൂല. മുന്നേക്ക് ഇപ്പൊ നിയോസ് ഒക്കെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ, NIOS സെൻട്രലിന്റെ സംഭവമൊക്കെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് ആയാലും +1 +2 ഒക്കെ ആയാലും അതിന് നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ ഒരു വാല്യൂക്ക് ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോ അൽഹംദുലില്ലാഹ് നമുക്കും SSLC അതുപോലെ തന്നെ സാധാ +1 +2 ഒക്കെ എഴുതാൻ കഴിയുന്നുണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും അതായത് ഭൗതിക വിഷയങ്ങളിലും നമുക്ക് പുറത്തുള്ള ആളുകളോട് ഒരേപോലെയുള്ള സെയിം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഡിഗ്രി ആയിട്ടാണ്, അതായത് ഭൗതിക വിഷയങ്ങളിലുള്ള ഡിഗ്രി നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ IGNO അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒരു ഡിഗ്രീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദാറുൽ ഹുദയിലെ 8ാമത്തെ വർഷമാകുന്നതോടുകൂടെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. അതായത് ദാറുൽ ഹുദ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി ഉണ്ടാകും. അപ്പോൾ ആ ഡിഗ്രി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത, ഇപ്പോൾ ഹദീസ് ഉണ്ടാകും, ഖുർആൻ ഉണ്ടാകും, അതുപോലെ സിവിലൈസേഷണൽ സ്റ്റഡീസ്, അതുപോലെ അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. പിന്നെ അതിപ്പോ ദാറുൽ ഹുദന്റെ ബ്രാഞ്ച് ആണെങ്കിൽ തന്നെയും അങ്ങനെയാണ് കേട്ടോ. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിഗ്രീസ് ദാറുൽ ഹുദ എന്ത് ചെയ്യുന്നുണ്ട്. ദാറുൽ ഹുദന്റെ 8ാം വർഷം ആകുന്നതോടുകൂടെ ദാറുൽ ഹുദ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ 8, 9, 10 ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ദാറുൽ ഹുദക്ക് PG ആണ് ഉണ്ടാവുക. അപ്പോൾ PG എന്ന് പറയുമ്പോൾ ദാറുൽ ഹുദന്റെ എല്ലാ ക്യാമ്പസ് എന്നുള്ളതും, അതായത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാ സ്റ്റുഡൻസും ദാറുൽ ഹുദയിൽ തന്നെ വരും. അതായത് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നുള്ള ചെമ്മാട് സെന്ററിൽ തന്നെ വരും. അവിടെയാണ് PG ലാസ്റ്റ് 2 വർഷം PG ദാറുൽ ഹുദയിൽ നിന്നാണ് എല്ലാവരും ചെയ്യുക. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് PG കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ PGയിലും ഈ പറഞ്ഞ പോലെയുള്ള 10-ലധികം ഡിപ്പാർട്ട്മെന്റുകൾ PGയിലും ഉണ്ട്. അപ്പോൾ PGയിൽ റിലീജിയണൽ സ്റ്റഡീസ്, ഫിനാൻസ് എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രികളുണ്ട്, PGകളുണ്ട്. അപ്പോൾ ദാറുൽ ഹുദ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത PGകളുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ആ ഒരു PG കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു 12 വർഷം കൊണ്ടാണ് ദാറുൽ ഹുദയിൽ പഠിച്ച് ഹുദവി ബിരുദം കരസ്ഥമാക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ദാറുൽ ഹുദന്റെ ഒരു പഠന രീതി ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഷയങ്ങൾ, അതായത് ദാറുൽ ഹുദയുടെ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സിലബസ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് പറയാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, സ്കൂൾ വിഷയങ്ങളാണെങ്കിലും മദ്രസ വിഷയങ്ങളാണെങ്കിലും നല്ല ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സാമുകളും നമ്മളെ കുട്ടികൾക്ക് നല്ല ഒരു അതായത് ഒരു
വർഷം നമുക്ക് 2 സെമസ്റ്റർ എന്നുള്ള രീതിയിലാണ് എക്സാം ഉണ്ടാവുക. ഒരു റബിയ സെമസ്റ്റർ ഉണ്ടാവും, അതായത് റബിയുൽ അവ്വലിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സെമസ്റ്റർ തീരും. റബിയുൽ അവ്വൽ 12 ആകുമ്പോഴേക്ക് ആ ഒരു എക്സാം തീരും. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സെമസ്റ്റർ നമ്മളെ ഷഅബാനിലാണ് ഉണ്ടാകുക. അതായത് റമദാന്റെ മുന്നേ ആയിട്ട് ഷഅബാൻ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക്, ഷഅബാന്റെ ഒരു ഒരാഴ്ച മുന്നേ ആകുമ്പോഴേക്ക് നമ്മളുടെ സെക്കൻഡ് സെമസ്റ്റർ അവസാനിക്കും. അങ്ങനെ ആ ഒരു സെമ്മും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഷഅബാന് ലാസ്റ്റത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോളേജ് ആനുവലായിട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ വീട്ടിൽ പോരുകയാണ് ചെയ്യുക. പിന്നെ ഒരു 1.5 മാസം, അതായത് ഷഅബാൻ ലാസ്റ്റ് പിന്നെ റമദാൻ കംപ്ലീറ്റ് നമുക്ക് ലീവാണ്. പിന്നെ ശവ്വാലില് പെരുന്നാളും അതുപോലെ 6 നോമ്പൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ദാറുൽ ഹുദന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉസ്താദുമാരൊക്കെ നമുക്കറിയുന്ന പോലെ തന്നെ ഹുദവികളാണ് കാര്യമായിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ മെയിൻലി പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളുടെ നാട്ടിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സാധാ ഒരു കോമൺ ആയിട്ട് നമ്മൾ സ്കൂളോ മദ്രസോ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഉപരി നമുക്ക് ലാംഗ്വേജസ് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉറുദു, നമ്മൾ പൊതുവെ നമുക്കുള്ള ഇംഗ്ലീഷ്, അറബി, മലയാളം അതുപോലെ തന്നെ ഉറുദു, ഇങ്ങനെ 4 ലാംഗ്വേജസും നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കും. അതിന്റെ ഗ്രാമർ ആവട്ടെ, അതിന്റെ വ്യത്യസ്ത തലങ്ങൾ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടാകും. പിന്നെ നമ്മളുടെ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാകും, അതായത് അസാസാണ് ദാറുൽ ഹുദയുടെ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുമ്പോൾ അസാസാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റുഡൻസ് യൂണിയൻ ഓരോ ക്യാമ്പസിലും ഉണ്ടാകും. അങ്ങനെ സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും, ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുവഴി നമുക്ക് ഈ ഒരു വളണ്ടിയറിങ് സ്കില്ല്, പിന്നെ അതുപോലെ ഓർഗനൈസിങ് സ്കില്ല് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളും ജസ്റ്റ് ഒരു അക്കാദമിക് മാത്രമാവാതെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്കില്ലും നമുക്ക് ഈ ഒരു യൂണിയൻ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദാറുൽ ഹുദയിൽ ഒരു പഠിച്ചിറങ്ങിയ ഒരു ഹുദവിയായ ഒരു വ്യക്തിക്ക് ഇപ്പറഞ്ഞ ജസ്റ്റ് ഒരു അക്കാദമിക് എന്നല്ല, ഒരു ടീച്ചിങ് പ്രൊഫഷൻ മാത്രമല്ല, വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തലങ്ങളിൽ ഒരു പ്രൊഫഷൻസ്, അതായത് ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് ദാറുൽ ഹുദയിൽ ഒരു 12 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫാത്തിമ സഹറ കോളേജിലേക്ക് സഹറവിയ കോഴ്സും പറഞ്ഞ പോലെ ദാറുൽ ഹുദന്റെ തന്നെ സെയിം ഒരു പെൺകുട്ടികളുടെ വേർഷനാണ് സഹറവിയ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ദാറുൽ ഹുദ 5ാം ക്ലാസ് സമസ്ത മദ്രസ പൊതുപരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. പിന്നെ സഹറവിയ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമസ്ത മദ്രസ 7ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്കാണ് സഹറവിയ കോഴ്സ് ഉള്ളത്. പിന്നെ സഹറവിയ കോഴ്സ് എന്ന് പറയുമ്പോൾ 8 വർഷത്തെ കോഴ്സാണുള്ളത്. ദാറുൽ ഹുദ നമ്മൾ PGയും കൂടെ കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക. പക്ഷെ ആ സമയത്ത് സഹറവിയ കോഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുക. അതായത് 8 വർഷത്തെ കോഴ്സാണുള്ളത്. 7ാം ക്ലാസ് മദ്രസ പാസ്സായതിനു ശേഷമാണ് നമ്മൾ അവിടെ പോവുക. 8ാം ക്ലാസ് മുതലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അതും ഇപ്പറഞ്ഞ പോലെ തന്നെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു അതായത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം, അതായത് രണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് പീരീഡ് ഫിഖ് ആവും, സെക്കൻഡ് പീരീഡ് ഇംഗ്ലീഷ് ആവും, തേർഡ് പീരീഡ് എന്താക്കും അറബി ആയിരിക്കും, പിന്നെ അടുത്ത പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, അങ്ങനെ അതായത് മിക്സ് ആയിട്ടായിരിക്കും പീരീഡുകളൊക്കെ ഉണ്ടാവുക. പിന്നെ അവിടെ ഒരുപാട് ലേഡീസ് ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് വലിയ വലിയ കിതാബുകളൊക്കെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മിഷ്കാത്ത് അല്ലെങ്കിൽ മഹല്ലി പോലുള്ള വലിയ വലിയ കിതാബുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഫിഖ് കിതാബുകൾ, അക്കീദ കിതാബുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വലിയ കിതാബുകളൊക്കെ ഓതിത്തരാന് മിക്കവാറും ഉസ്താദുമാരൊക്കെയാണ് ഉണ്ടാവുക, അതായത് വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. പിന്നെ ടീച്ചേഴ്സ്, അതായത് ദാറുൽ ഹുദയിൽ നമുക്ക് മെയിൽ സ്റ്റാഫും, അതായത് ആണുങ്ങൾ മാത്രമേ ഉസ്താദുമാരായിട്ടേ ഉണ്ടാവുള്ളൂ. പെൺകുട്ടികളുടെ ക്യാമ്പസിൽ നമുക്ക് ടീച്ചേഴ്സും ഉണ്ടാകും, അതുപോലെ തന്നെ ഉസ്താദുമാരും ഉണ്ടാകും ടീച്ചേഴ്സായിട്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് സിലബസ് വരുന്നത്. ദാറുൽ ഹുദാന്റെ സെയിം സിലബസ് തന്നെയാണ് ഫാത്തിമ സഹറ കോളേജിലുള്ളത്. പിന്നെ ഫാത്തിമ സഹറ അതായത് സഹറവിയ കോഴ്സിന് പിന്നെ 2 സെന്റർ ആണുള്ളത്. ഒന്ന് ചെമ്മാടുള്ള ഫാത്തിമ സഹറ ഇസ്ലാമിക് വുമൻസ് കോളേജ്, പിന്നെ നമ്മുടെ എടപ്പള്ളി അതായത് എറണാകുളം എടപ്പള്ളിയിലുള്ള ദാറുൽ ബനാത്ത് അക്കാദമി. ഇങ്ങനെ 2 കോളേജുകളാണ് ഈ സഹറവിയ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ദാറുൽ ബനാത്ത് അക്കാദമി എടപ്പള്ളിയിലുള്ള ക്യാമ്പസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമാണ്, ഇപ്പോൾ 5ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഷാല്ലാ ഇനി ഡിഗ്രി ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോ ഇതുപോലെ ദാറുൽ ഹുദയിലുള്ള ഡിഗ്രി പോലെ തന്നെ സഹറവിയ കോഴ്സിനും അവിടെ 8ാമത്തെ ക്ലാസ് ആവുമ്പോൾ, അതായത്
6ാമത്തെ വർഷം ആകുന്ന സമയത്ത് അവിടെ ഡിഗ്രി ഉണ്ടാവും. അപ്പൊ 3 വർഷത്തെ ഡിഗ്രിയാണ് ഉണ്ടാകുക. ഇപ്പോ നിലവില് സഹറവിയ കോഴ്സിലെ ഫിഖ്ഹ് അതുപോലെ തന്നെ ഖുർആൻ ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. ദാറുൽ ഹുദ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 2 ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡീസ് 3 വർഷം, അങ്ങനെ ഡിഗ്രി അടക്കം ദാറുൽ ഹുദ ഡിഗ്രി അടക്കം 8 വർഷത്തെ കോഴ്സാണ് സഹറവിയ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സഹറവിയ കോഴ്സിന് ഈ ഒരു കഴിഞ്ഞ വർഷമായിട്ട് സഹറവിയ PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ PG എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട്, അതായത് ഹോസ്റ്റൽ ആയിട്ടാണല്ലോ നമ്മൾ ഡിഗ്രി വരെ സഹറവിയ കോഴ്സ് നമ്മൾ പഠിക്കുക ഓഫ്ലൈൻ ആയിട്ടാണ്, അതായത് നമ്മൾ കോളേജിൽ തന്നെ നിന്നിട്ട് സ്റ്റേ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണുള്ളത്. പക്ഷേങ്കിൽ PG നമുക്കിപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PGക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കോൺടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. പൊതുവേ നമ്മൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എങ്ങനെ ഇഗ്നോ അല്ലെങ്കിൽ മറ്റുള്ള ഡിഗ്രികളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് കോൺടാക്ട് ക്ലാസ് ഉണ്ടാവും, ഇടയ്ക്ക് മീറ്റിങ്ങുകൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് സഹറവിയ PGയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദാറുൽ ഹുദ അല്ലെങ്കിൽ സഹറവിയ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഈ ഒരു രീതിയിലൊക്കെയാണ് ഉള്ളത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ വർഷങ്ങളിലാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. ദാറുൽ ഹുദ 12 വർഷം, ഹുദവി 12 വർഷം കൊണ്ടാണ് ബിരുദം കിട്ടുക. പിന്നെ സഹറവിയ ബിരുദം 8 വർഷത്തെ ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പോ കോഴ്സിനെ കുറിച്ച് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്തവരാണോ? എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ? റമദാൻ 20 വരെയാണ് സമയമുള്ളത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും? ഓക്കെ, റമദാൻ 20 വരെയാണ് എന്തായാലും സമയമുള്ളത്. പിന്നെ അതുപോലെ അതിൽ പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് ഒക്കെ നോക്കണം. അതായത് 13.5 വയസ്സ് കവിയരുത് എന്നുള്ളതാണ് സഹറവിയ കോഴ്സിൻ്റെത്. പിന്നെ ദാറുൽ ഹുദയ്ക്കാണെന്നുണ്ടെങ്കിൽ 11.5 വയസ്സല്ലേ. അപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ നോക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, റമദാൻ 20-നുള്ളിലായിട്ട് എന്തായാലും കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇൻഷാ അള്ളാ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കോഴ്സ്, അതായത് നമ്മളിപ്പോ ഈ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ടീച്ചറെ ആ ഹുദയ്ക്ക് 12 വയസ്സല്ലേ? 12 വയസ്സെന്ന് പറയുമ്പോ ഇപ്പോ ദാറുൽ ഹുദാക്ക് വേറെയും അതുപോലെ തന്നെ, അതായത് മെയിൻ ക്യാമ്പസൊക്കെ വേറെയും അതുപോലെ തന്നെ നമ്മളെ മറ്റ് ഇതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ, ആ ബ്രാഞ്ചുകൾക്ക് വേറെ ആയിട്ടുണ്ട്. അതായത് ദാറുൽ ഹുദയ്ക്കാണ് എന്നുണ്ടെങ്കിൽ 11.5, അതായത് ഇപ്പോ ഈ 2010 ഇപ്പൊ ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 19/2014 അതുപോലെ തന്നെ 10/3/2016 ഇടയിലാവണം. പിന്നെ അതിന്റെ ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം ഉണ്ട്. എനിക്കിപ്പോ 11.5 വയസ്സാണ്. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാ വരുന്നത്? 2014 മാസം 13 2013 ഏതാ മാസം വരുന്നേ? ഏപ്രിൽ 13. ഏപ്രിൽ 13. അപ്പൊ നിങ്ങക്ക് ഇതിന്റെ ബ്രാഞ്ചുകൾക്ക് അപ്ലൈ ചെയ്യാം. ദാറുൽ ഹുദയ്ക്ക് സെപ്റ്റംബർ മുതലുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2014 സെപ്റ്റംബർ മുതലുള്ള കുട്ടികൾക്ക്. ബ്രാഞ്ച് പറയുമ്പോ എവിടെയാ? ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ചെമ്മാട് ഉള്ളതല്ലാത്ത ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ദാറുൽ ഹുദന്റെ ബ്രാഞ്ചാണ്. ഇപ്പൊ പറപ്പൂരുണ്ട് സബീലുൽ ഹിദായ എന്ന് പറഞ്ഞിട്ട്, പിന്നെ താനൂരുണ്ട്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ താനൂരുണ്ട്. അങ്ങനെ വ്യത്യസ്ത മലപ്പുറം ജില്ലയിൽ തന്നെ കുറെ സ്ഥലത്തുണ്ട്. പിന്നെ വേറെ വേറെ ജില്ലകളിലുണ്ട്, കണ്ണൂര്, കാസർഗോഡ്, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്, തൃശ്ശൂരൊക്കെ ഉണ്ട്, തിരുവനന്തപുരം ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. എവിടെ? താനൂരുണ്ട്. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം മാണൂരാണ്. മാണൂരൊന്നുണ്ടല്ലോ, മാണൂരില്ലേ? അവിടെയൊക്കെ ചെയ്യാം. ദാറുൽ ഹുദയ്ക്കാണ് സെപ്റ്റംബർ മുതലുള്ളത്. ദാറുൽ ഹുദ അല്ലാത്ത ബാക്കി അതിന്റെ ബ്രാഞ്ചുകളായിട്ടുള്ള ബാക്കി എല്ലായിടത്തും ഈ ഒരു ഏജ് ലിമിറ്റിലുള്ളവർക്കൊക്കെ ചെയ്യാം. അപ്പൊ മോൻക്കൊക്കെ ചെയ്യാം. കഴിഞ്ഞ വർഷം എഴുതി, അപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. ഞങ്ങൾ എന്തായാലും അങ്ങനെ നോക്കി വെക്കും. നല്ല സ്ഥാപനങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് ദാറുൽ ഹുദനെ പോലെ തന്നെ നല്ല അടിപൊളി സ്ഥാപനങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള. ഇപ്പൊ സബീൽ, പറപ്പൂരുള്ളതായാലും അല്ലെങ്കിൽ താനൂരുള്ളതൊക്കെ നല്ല സ്ഥാപനങ്ങൾ തന്നെയാണ്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടുന്നുള്ള ആൾക്കാരൊക്കെ പഠിക്കട്ടെ അവിടെ. നോക്കിയാൽ മതിയോ? പറ്റുണ്ടോ? നല്ല സ്ഥാപനങ്ങളാണ്.
ടീച്ചറെ ഇന്റർവ്യൂ എന്താണ്? ഇന്റർവ്യൂ March 29 ഞായറാഴ്ച. അങ്ങനെ ഓക്കെ. March 29 ഇന്റർവ്യൂ ഉള്ളത്. പിന്നെ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയിക്കുമായിരിക്കും. എക്സാമിന്റെ ഡേറ്റ് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് അറിയാം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. എങ്ങനെ? പറയാ ഓക്കെ. അപ്പോ നമുക്കറിയാം, ഇപ്പോ ദാറുൽ ഹുദന്റെ ആയാലും പിന്നെ അതുപോലെ തന്നെ സഹറവിയ കോഴ്സിനായാലും ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാം ഒക്കെ നല്ല കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അതായത് ഒരുപാട് അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സഹറവിയ കോഴ്സിനൊക്കെ 700, 800 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ചിലപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രി വരും. പക്ഷേങ്കിൽ ആകെ 80 കുട്ടികൾക്ക് മാത്രമേ അവിടെ ചാൻസ് ഉള്ളൂ. അതായത് ഇപ്പൊ ചെമ്മാട് കോളേജിക്ക് 40 കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ എടപ്പള്ളി കോളേജിക്ക് 40 കുട്ടികൾ, അങ്ങനെ ടോട്ടൽ 80 കുട്ടികൾക്ക് മാത്രമേ അവിടുന്ന് കിട്ടുള്ളൂ. അപ്പോ ഇത്രയും കുട്ടികളുടെ അടുത്തുനിന്ന് ഇത്ര കുട്ടികൾ എടുക്കുക പറയുമ്പോൾ വളരെ കുറച്ചൊരു ശതമാനം കുട്ടികൾക്ക് മാത്രമേ അവിടുന്ന് എൻട്രൻസ് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ഇതുണ്ട്. ഇതുപോലെ ഒരുപാട് കോച്ചിങ്ങുകളൊക്കെ ഇപ്പൊ പണ്ടൊന്നും ഇത്രത്തോളം ഇതിന് മുന്നേ ഉള്ള തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പൊ ഈ ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനത്തെ ഒരുപാട് കോച്ചിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ദാറുൽ ഹുദക്ക് ആണെന്നുണ്ടെങ്കിലും 1000കണക്കിന് 2000കണക്കിന് എത്രയോ ഒരുപാട് അഡ്മിഷൻ വരും. അപ്പൊ ആ അഡ്മിഷന് ഓരോ ക്യാമ്പസുക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് കുട്ടികൾ, ഒരു 30-40 റേഞ്ചിലുള്ള കുട്ടികളെ മാത്രമേ, അത്ര എണ്ണം കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ. അപ്പോ ആ ഒരു ഇതിൽ എത്തിപ്പെടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്താണ് ഒരുപാട് ഇങ്ങനെ കോച്ചിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഈ ഒരു കോച്ചിങ് ഇപ്പോൾ ഈ സൈലക്സി അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോച്ചിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 20 to 25 ദിവസത്തിന്റെ ഉള്ളിൽ, അതായത് മിനിമം എന്തായാലും 20 ക്ലാസ്സുകൾ ഉണ്ടാവും. മാക്സിമം പോകുകയാണെന്നുണ്ടെങ്കിൽ 25 ക്ലാസ്സുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മൾ 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ, ഒരു 45 മിനിറ്റ് ഒക്കെ ക്ലാസ് ഉണ്ടാകുള്ളൂ. പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് സെഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ ഒരു മണിക്കൂറിന്റെ സെഷനാണ് നമ്മൾ ഓരോ ദിവസവും ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ക്ലാസ്സുകളായിട്ട്, അതായത് നമ്മളെ സിലബസ് ആയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഒരു കോച്ചിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഇപ്പോൾ ദാറുൽ ഹുദയ്ക്കാണ് നിങ്ങൾ എൻട്രൻസ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരിക 5ാം ക്ലാസ്സിലെ മദ്രസ സിലബസ് തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ 5 വിഷയങ്ങൾ ഉണ്ടാവും. അല്ല 6 വിഷയങ്ങളാണല്ലോ ടോട്ടൽ, 6 വിഷയങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ, ഹിഫ്ള് സംഭവങ്ങളൊക്കെ നല്ലോണം നോക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയങ്ങളും, പിന്നെ അതുപോലെ സഹറവിയ കോഴ്സിനാണെന്നുണ്ടെങ്കിൽ മദ്രസ 7ാം ക്ലാസ് മദ്രസയുടെ വിഷയങ്ങൾ നല്ല ഡീപ്പായിട്ട് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയങ്ങളും പിന്നെ അതുപോലെ ഈ പറഞ്ഞ ഖുർആൻ, ഹിഫ്ള് സംഭവങ്ങൾ, ഇത് നല്ല അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ കവർ ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് എങ്ങനെയാണ് സിലബസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയിട്ട് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇപ്പോൾ ലിസാന് ഓരോരോ വിഷയങ്ങൾ ഇപ്പോൾ ഒരു ദിവസം മാക്സിമം ഒരു 2 ദിവസത്തിന്റെ ഉള്ളിൽ കവർ ചെയ്യുന്ന രീതിക്ക്, അതായത് ചാപ്റ്റർ വൈസ് നമ്മളിപ്പോ മദ്രസിലൊന്നും ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പൊതുപരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്നവരാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ചിലപ്പോൾ ചിലരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എക്സാം പൊതുപരീക്ഷ എഴുതിയവരുണ്ടാവും. അപ്പോൾ അവർക്കൊരു റിവിഷൻ എന്നുള്ള രീതിക്ക്, പിന്നെ ഓൾറെഡി ഇപ്പൊ എക്സാം എഴുതിയവർക്ക് ഇതിന്റെ ആവശ്യം കുറവായിരിക്കും. എന്നാലും അവർക്കൊരു റിവിഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ഹോൾ ടോട്ടലായിട്ട്, അതായത് ഇപ്പോ ലിസാനിൽ അല്ലെങ്കിൽ ഇപ്പൊ ഫിഖ്ഹിൽ എന്താണ് പറയണത് എന്നുള്ളത് ടോട്ടലായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിന്റെ ഉള്ളിൽ കവർ ചെയ്യും. അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും ഇൻഷാ അല്ലാഹ് കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഖുർആനൊക്കെ നമ്മൾ തജ്വീദ് നിയമങ്ങൾ പറഞ്ഞു തരും. അതായത് ഖുർആൻ ഇപ്പൊ എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിലായിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഡെയിലി നിങ്ങളുടെ മെന്റർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ ഒരു ടൈം നിങ്ങളോട് പറയും. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നിങ്ങളെ മെന്റർ നിങ്ങൾ അറിയിക്കും എത്ര സമയമാണ് നിങ്ങൾ ഖിറാഅത്ത് ഇപ്പോൾ ഓതിയിട്ട് നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ബക്കറയിലെ ഒരു 2 പേജാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു 2 പേജ് നിങ്ങൾ ഓതിയിട്ട് ഇന്ന സമയത്ത് അയച്ചു കൊടുക്കുക. മെന്റർ പറയുന്ന സമയത്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അത് കേട്ടിട്ട് നിങ്ങളെ മിസ്റ്റേക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ തിരുത്തി തരും. അങ്ങനെ ആവുമ്പോൾ ഡെയിലി ആവുമ്പോൾ നമുക്ക് അതിങ്ങനെ പ്രാക്ടീസ് ആവും. കാരണം നമ്മൾ ഈ തജ്വീദൊക്കെ പഠിച്ച് അതിന്റെ നിയമങ്ങൾ ഇങ്ങനെ വായിച്ചു പഠിക്കും, എക്സാമിന് എഴുതും എന്നല്ലാതെ നമ്മൾ പ്രാക്ടിക്കൽ ആക്കാത്തതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ഓതിയിട്ട് മെന്റർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ മെന്റർ എന്ത് ചെയ്യും, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, തിരുത്തി തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മിസ്റ്റേക്സ് കറക്റ്റ് കേട്ടിട്ട് പിന്നെ അത് ആവർത്തിക്കാതെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ?
ഏഴാം ക്ലാസ്സിൽ അല്ല സഹറവിയ കോഴ്സിന് വാക്യല്ലേ ഹിഫ്ള്? വാക്യ അത് എങ്ങനെയാന്ന് വെച്ചാലേ ഇതാണ് ഹിഫ്ള് നമ്മളോട് ഒരിക്കലും പറഞ്ഞുതരൂല. ഇതാണ് സിലബസ്, ഇന്നതെന്നേ വരുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞുതരൂല. നിങ്ങളിപ്പോ 7ാം ക്ലാസ് വരെ എന്തൊക്കെ പഠിച്ചോ അവിടുന്ന് എന്തും ചോദിക്കാം. അങ്ങനെയാണ് സിലബസ് വരിക. 7ാം ക്ലാസ് വരെ ഇപ്പൊ മദ്രസിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അവിടുന്ന് എന്തും ചോദിക്കാം. പിന്നെ 7ാം ക്ലാസ് മദ്രസ ആണ് മെയിൻ ഫോക്കസ്. അപ്പൊ ഈ ഖിറാഅത്ത് ഹിഫ്ളൊന്നും ആവുമ്പോ നമുക്ക് എവിടുന്നാ പറയാന്നൊന്ന് പ്രവചിക്കാനേ പറ്റൂല. അതായത് ഓരോർക്ക് ഇഷ്ടമുള്ള ഭാഗം ഏതാണോ അത് ചോദിക്കും. അങ്ങനെയാണ്. നിങ്ങളിപ്പോ 7ാം ക്ലാസ് വരെ വാക്യ വരെ ആവുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുവരെയുള്ളപ്പോ ചിലപ്പോൾ യാസീന് ചോദിച്ചേക്കാം. കാരണം യാസീൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ 5ല്. പിന്നെ ഇപ്പോ സബ്ഹിസ്മക്ക് താഴെയുള്ളത് ചോദിച്ചേക്കാം. കാരണം ഓൾറെഡി പഠിച്ച ഭാഗങ്ങളാണല്ലോ അതൊക്കെ. അതുകൊണ്ട് അതൊക്കെ വന്നേക്കാം. വരും എന്നും പറയാൻ പറ്റൂല, വരൂല എന്നും പറയാൻ പറ്റൂല. വന്നേക്കാം, വരാനുള്ള സാധ്യത ഉണ്ട്, അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെയാണ് നമ്മൾ ഖിറാഅത്തിന്റെ കാര്യം നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇതുപോലെ ക്ലാസ് ആണ് എടുക്കുക. പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മദ്രസ സിലബസ് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇൻഷാല്ലാ എടുക്കും. പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ ഇപ്പൊ 2 ദിവസം കൊണ്ട് ഏകദേശം നിങ്ങളിപ്പോ സഹറവിയ കോഴ്സിന് ആണെങ്കിൽ ഏകദേശം 7ാം ക്ലാസ് വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക്, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് സയൻസിന്റെ വശങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞു തരും. പിന്നെ അങ്ങനെ ഓരോ വിഷയങ്ങളും സയൻസ്, സോഷ്യൽ, മാത്സ്, പിന്നെ അതുപോലെ ലിസാന് പറയുന്നതുകൊണ്ട് തന്നെ അറബി നമ്മൾ പിന്നെ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ലിസാനിലൂടെ തന്നെ നമ്മൾ ഏകദേശം ഒക്കെ കവർ ചെയ്യും. പിന്നെ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ, ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ സെന്റൻസ് എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള GK, കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു GK സംഭവങ്ങൾ, പിന്നെ അതുപോലെ 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു GK സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇൻഷാല്ലാ പറഞ്ഞു തരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോ നാളെ ഈ ടൈമിൽ തന്നെ തുടങ്ങുക ക്ലാസ്? നാളെ നമ്മൾ വിചാരിക്കണത് നിങ്ങൾ 5:30 എങ്ങനെ ഉണ്ടാവും, അതായത് 5:30 to 6:30 ടൈം. അങ്ങനെ മതി. ഓക്കെ. 5 മണിയേക്കാൾ എനിക്ക് തോന്നുന്നു. ഇപ്പൊ 5 മണി എന്ന് പറയുമ്പോ നിങ്ങള് ക്ലാസ് വിട്ടിട്ട് എത്താന് 5 മണി ആകുണ്ടാവൂല ഏകദേശം സ്കൂളുള്ള ദിവസങ്ങളിൽ. 5:15 ആവും. അതാണ്. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരു സമയം തന്നിട്ട് ഒരു 5:30 ഇൻഷാല്ലാ നമ്മൾ ക്ലാസ് കൃത്യം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? എല്ലാവർക്കും 5:30 ഓക്കെ ആണോ? ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കി. ഇല്ലല്ലോ? ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് 5:30 ഫിക്സ് ചെയ്യാം അല്ലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമ്മള് 5:30 to 6:30 ആണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിന് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ എത്തിയാല് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും പെട്ടെന്ന് വന്നാല് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കണോ ലാഗ് ആവൂല. കാരണം ഇപ്പോ 6:30 എന്ന് പറയുമ്പോൾ പിന്നെ ഏകദേശം ബാങ്കിനോട് അടുത്ത് തുടങ്ങി. അപ്പൊ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ ഏതായാലും നമ്മൾ പിന്നെ ബാങ്ക് ആവും. അങ്ങനെ ക്ലാസ് ഒരു ഇതില്ലാതെ പോകും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് 5:30 തന്നെ ക്ലാസ്സിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാല്ലാ നമ്മൾ 5:30 കൃത്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ നിങ്ങൾ തലേന്നെടുത്ത് നോമ്പിനൊക്കെ അപ്പൊ 5:30 തന്നെ? അല്ല, നോമ്പിന് ഇൻഷാല്ലാ നമ്മൾ മാറ്റും. അതായത് നോമ്പിന് ടോട്ടലി എങ്ങനെയാണ് എല്ലാവരുടെയും ഒരു ആവശ്യപ്രകാരം നമ്മൾ സമയം മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് നോമ്പ് തുടങ്ങുമ്പോൾ കേട്ടോ. അത് ഇൻഷാല്ലാ നമുക്ക് നോമ്പ് തുടങ്ങുമ്പോൾ ചോദിക്കുക. കാരണം ഈ വൈകുന്നേരത്തെ സമയം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ സമയം നമുക്ക് എന്തായാലും കഴിയൂല. വീട്ടിൽ തന്നെ എല്ലാവർക്കും നല്ല തിരക്കുള്ള സമയമാവും. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഒരു പകൽ സമയം, കാരണം മദ്രസ ഉണ്ടാവൂലല്ലോ. അപ്പൊ നമുക്കൊരു പകൽ രാവിലെ സമയത്തൊക്കെ ആക്കിക്കൂടെ? സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണതിന്റെ മുന്നേ ഒക്കെ ആയിട്ട്. അപ്പൊ അത് നിങ്ങളൊരു ഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ആക്കാം ഇൻഷാല്ലാ റമദാന്റെ കേട്ടോ. ഇൻഷാല്ലാ. അപ്പോ അങ്ങനെയാണ് ഇൻഷാല്ലാ. അപ്പൊ നാളെ മുതൽ 5:30 മുതലാണ് ക്ലാസ് ഉണ്ടാവുക. 5:30 to 6:30. പിന്നെ നോമ്പിന്റെ ഇൻഷാല്ലാ നമ്മൾ അറിയിക്കും. അതായത് നോമ്പിന്റെ നമ്മൾ എല്ലാവരുടെയും ഒരു സമയം എപ്പോഴേക്കും ഏകദേശം ഓക്കെ ആവാന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് മെജോറിറ്റി എങ്ങനെയാണോ പറയണത് അതിനനുസരിച്ച് നമ്മൾ ഇൻഷാല്ലാ ടൈം ഫിക്സ് ചെയ്യും നോമ്പിന്റെ കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുക. പറയൂ. 5ാം ക്ലാസ് പുസ്തകം കൈ വെക്കണ്ടല്ലോ അപ്പൊ ഇനി ക്ലാസ് എടുക്കുമ്പോ? പുസ്തകം കയ്യിൽ വെക്കണം. അത് ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവർക്കും ഒരു നോട്ട് ബുക്കും കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതിനായിട്ടാണ് സെപ്പറേറ്റ് നോട്ട് വെച്ചിക്കണേ. ടെക്സ്റ്റ് ബുക്കാണ് കിട്ടാന്. തെജ്വീദ് ഇല്ലേ? തെജ്വീദ് പിന്നെ വേറെ ഏതൊക്കെ കിട്ടാണ്ട്. നിങ്ങള് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയതായാലും. പിന്നെ USSന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എക്സാമിന്?
USS LSS പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഇൻഷാല്ല ചർച്ച ചെയ്യും. കാരണം ഇന്ന വിഷയമേ വരൂ, ഇന്ന ചോദ്യമേ വരൂ നമുക്ക് എന്തായാലും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തലത്തുനിന്നും വരാം. അപ്പൊ അതും ഇൻഷാല്ല നമ്മള് ചർച്ച ചെയ്യും. അപ്പൊ അതിന്റെ പുസ്തകങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൂടുതൽ നോക്കുന്നത് നന്നാവും. ആ ഓക്കെ, ശരി. അപ്പൊ ഇൻഷാല്ല അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇൻഷാല്ല ചർച്ച ചെയ്യും. അങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാകുക. പിന്നെ ലാസ്റ്റത്തെ ഒരു ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മൾ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ടോട്ടലി പരിചയപ്പെടുത്തി തരുന്നില്ലേ, അതുപോലെ തന്നെ ഇൻഷാല്ല ലാസ്റ്റത്തെ ഒരു ക്ലാസ് എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ എങ്ങനെയായിരിക്കും എക്സാം ഉണ്ടാവുക, എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാകുക, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഈ ഒരു ഏജിൽ ഇപ്പോൾ പൊതുവെ നമ്മൾ ആരും ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, കുറേ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഇന്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും. അതായത് എക്സാം ഇപ്പോ ചിലപ്പോൾ OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ OMR ഒക്കെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് ഒരു ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിക്കാവുമ്പോ അങ്ങനത്തെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് എക്സാമും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിൾ ആവും. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ക്ലാസ്സുകൾ അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻഷാല്ലാ നമ്മള് ക്ലാസ് എടുത്തതിന് ശേഷം ഡെയിലി അന്നത്തെ നോട്ട്സ്, പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അങ്ങനെയുള്ള നോട്ട്സും, പിന്നെ അതുപോലെ തന്നെ ചില വർക്ക് ഷീറ്റ്സ് ഒക്കെ തരും. അതായത് അന്നെടുത്ത ക്ലാസ് എന്നുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തരും. അപ്പോ അതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് മീൻസ് നമ്മളെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അതായത് ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ശരിക്കും പറഞ്ഞാല്. അതായത് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളെ ഇങ്ങനത്തെ എക്സാമിന് ഇല്ല. നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. ഓരോ വർഷത്തതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കും ഇന്റർവ്യൂ ആണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സാം ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ വ്യത്യസ്ത രീതിയിലേക്ക് ഓരോ വർഷവും ഉണ്ടാവുക. അപ്പൊ നമ്മൾ മാക്സിമം കവർ ചെയ്യേണ്ട ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്യും. അതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മാക്സിമം നമ്മൾ പറഞ്ഞിരുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ പറഞ്ഞിരുന്നൊക്കെ പഠിക്കാനും, പിന്നെ അതിന്റെ പുറമെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി പഠിക്കാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ പഠിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്ന രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, കൂടുതൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാം നമുക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാവും. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള നമ്മൾ ഈ ഒരു ലെവലിൽ ഏകദേശം പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെ എന്തായാലും എക്സാമിന് വരുള്ളൂ. പക്ഷെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കൂടുതൽ കാര്യം. അപ്പൊ അങ്ങനത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ രീതിയിൽ നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു കാര്യം, മോഡൽ ക്വസ്റ്റ്യൻ കിട്ടൂല എന്ന് പറയാനുള്ള കാരണം ദാറുൽഹുദയുടെ പരീക്ഷയുടെ എൻട്രൻസ് എക്സാമിന്റെ ആ മോഡല് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങളിന്ന് വാങ്ങി വെക്കും, നിങ്ങൾക്കത് കയ്യിൽ കിട്ടൂല. അപ്പൊ ഇതുവരെ കഴിഞ്ഞതിന്റെ ഒക്കെ അങ്ങനെ തന്നെയാണ്. പരീക്ഷ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വാങ്ങി വെക്കും, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ മോഡൽ ഉണ്ടാവില്ല. പിന്നെ ഈ വർഷം നടക്കുന്ന മോഡലായിരിക്കില്ല അടുത്ത വർഷം ഉണ്ടാകുക, അതേ മോഡലായിരിക്കില്ല പിറ്റത്തെ വർഷം ഉണ്ടാകുക. അപ്പൊ മോഡൽ എന്ന് പറഞ്ഞ സംഭവമില്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, മാം നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞ് ദാറുൽഹുദയിലേക്ക് പോകുന്നവർ 5ാം ക്ലാസ് ബേസിലുള്ള വിഷയങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ബനാത്തിലേക്ക് പോകുന്നപ്പോൾ ആ വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ട്രെയിനിങ്ങിലൂടെ നേടുന്നത് ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം, എന്തെല്ലാം രൂപത്തിൽ വരും, അങ്ങനെയുള്ള കുറച്ച് കോച്ചിങ്ങുകളും പിന്നെ പെട്ടെന്ന് ആൻസറുകൾ ചെയ്യാനുള്ള കുറേ ടിപ്സുകളും ട്രിക്സുകളും ആയിരിക്കും ഇതിന് പഠിക്കുന്നത്. അപ്പോ മോഡൽ വരുന്ന സാധനങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതേസമയം നമ്മൾ ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഡെയിലി നമ്മളിപ്പോ എടുക്കുന്നതിന്റെ നോട്ട്സ് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡെയിലിയുള്ള വർക്ക്ഷീറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് അതിന്റെ ആൻസർ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് മെന്റേഴ്സിനെ അയക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഒക്കെ അയക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ഇപ്പൊ ക്ലാസ് ഇപ്പോൾ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് എപ്പോഴും ചോദിക്കാൻ പറ്റും. അതായത് വൈകുന്നേരങ്ങൾ ഇപ്പൊ അതിന് ശേഷം നമ്മളിപ്പോ ക്ലാസ് എടുത്തതിന് ശേഷം
രാത്രി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് മെന്റേഴ്സിനോട് ചോദിക്കാം. അപ്പോൾ ഓരെപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ മെസ്സേജ് കാണുന്ന സമയത്ത് തന്നെ ഓരെന്ത് ചെയ്യും, നിങ്ങൾക്ക് റിപ്ലൈ തരും. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഓരുടെ ടൈം ഫ്രീക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഓര് നിങ്ങൾക്ക് റിപ്ലൈ തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തരുന്ന സംഭവങ്ങളൊക്കെ എത്രത്തോളം മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാൻ പറ്റും. ഓക്കെ, കാരണം നമ്മളെ സെയിം ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണല്ലോ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ വർഷവും അവിടെ അഡ്മിഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോച്ചിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്ന രീതിക്ക് കൂടുതൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല. അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാക്സിമം നിങ്ങൾക്ക് തന്നെ വേണമെന്ന് സ്വയം വിചാരിച്ചിട്ട് സ്വയം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് മെയിൻ പോയിന്റ്. നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല മാർക്കിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. കാരണം നമ്മൾ മാക്സിമം എല്ലാ സിലബസുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സിലബസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്കൂൾ വിഷയങ്ങളായാലും അല്ലെങ്കിൽ മദ്രസ വിഷയങ്ങളായാലും മാക്സിമം എല്ലാ ഭാഗങ്ങളും എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു 20-25 ദിവസത്തെ ക്ലാസ്സിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ യൂസ്ഫുൾ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് വിജയം ഉറപ്പാക്കാം. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സെയിം നല്ലപോലെ ദുആ ചെയ്യാം, പഠിച്ചവനോട് പറയാ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അഡ്മിഷൻ എൻട്രൻസ് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് സക്സസ് ആവാൻ പറ്റും. ഓക്കെ ടീച്ചറെ പറയൂ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 ഒക്കെ ഏത് ഗ്രൂപ്പ് ആയിക്കാരം? SSLC ആണോ ചോദിക്കണത്? അല്ല, +1ക്ക്. അതിന് SSLC കഴിഞ്ഞിട്ട് +1 +2 ആണോ ചോദിക്കണത്? അത് ഇപ്പോ ദാറുൽ ഹുദവി കോഴ്സിനാ പൊതുവെ അവിടെ ഹ്യൂമാനിറ്റീസ് ആണ് ഉണ്ടാവാറ്. ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സറവിയ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഉണ്ട്. ഇപ്പൊ നിലവില് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഈ 2 ഗ്രൂപ്പുകളാണ്. സയൻസ് നിലവിലില്ല, ഒരുപക്ഷെ ഇനി വന്നേക്കാം. ഇപ്പൊ എന്തായാലും നിലവില് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ആണുള്ളത്. ഓക്കെ, പിന്നെ നമ്മളെ മെയിൻ ഫോക്കസ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിയാലോ, അതായത് സ്കൂളും മദ്രസും 2 സംഭവങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ 2 കോഴ്സുകളാണ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ചോദിക്കാം. അപ്പോ ടൈം ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ പോലെ മദ്രസില് പൊതുപരീക്ഷ ഉണ്ടാവോ? ഇല്ല, നമ്മൾ ദാറുൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ദാറുൽ എക്സാം ദാറുൽ സിസ്റ്റങ്ങളായിരിക്കും. മദ്രസ സ്കൂളൊന്നും ഇവിടുത്തെ ഉണ്ടാവില്ല. SSLC സംഭവങ്ങളൊക്കെ നമ്മള് പുറത്തുള്ള സ്കൂൾ പോലെ തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ മദ്രസ സംഭവങ്ങളൊക്കെ ഫുൾ ദാറുൽ അണ്ടറിലാണ് ഉണ്ടാവുക. SSLC ഉണ്ടാവും? SSLC ഉണ്ടാകും. SSLC അതുപോലെ +1 +2 പബ്ലിക് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് എല്ലാ ദിവസവും വൈകുന്നേരം നാളെ മുതലാണ് ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് 5:30 കേട്ടോ, ഇന്ത്യൻ ടൈം 5:30 ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കൃത്യസമയത്ത് തന്നെ എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. അതായത് രാവിലെ 7:30 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ പീരീഡ് 45 മിനിറ്റ് അഥവാ 3/4 മണിക്കൂറാണ് ഓരോ പീരീഡ് ഉണ്ടാവുക. എന്നിട്ട് ടോട്ടൽ 9 പീരീഡുകളാണ് ഉണ്ടാവുക. അപ്പോൾ 2 പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാവും. അതായത് നമ്മൾ നാസ്ത ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് 2 പീരീഡ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഉണ്ടാവും, ലുഹാ ബ്രേക്ക് എന്ന് പറയും. ഒരു 10 മിനിറ്റ് ലുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് 2 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലുഹർ നിസ്കാരത്തിനും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ലഞ്ച് ഉച്ചഭക്ഷണത്തിനും ഉള്ള ഒരു ബ്രേക്ക് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കാണ് ക്ലാസ് അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 2 മണി മുതൽ പിന്നെ ഒരു 2 പീരീഡ്, ആ 2 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും 10 മിനിറ്റിന്റെ. ആ ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു പീരീഡും കൂടെ. അങ്ങനെ ആ ഒരു പീരീഡ് കഴിഞ്ഞൊരു 4:10 ആകുമ്പോൾ നമ്മള് ബെല്ലടിക്കും. അങ്ങനെ ക്ലാസ് കഴിയും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അസ്ർ നിസ്കാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആണ്. അതായത് നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ, പിന്നെ കളിക്കുക, അങ്ങനത്തെ എന്ത് സംഭവമാണ് നമുക്ക് ചെയ്യേണ്ട അങ്ങനത്തെ സംഭവങ്ങൾ വൈകുന്നേരം ഒക്കെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം
നമുക്ക് തസ്ബീഹിന് വേണ്ടിയിട്ട് ഒരു മഗ്‌രിബ് ബാങ്കിന്റെ ഒരു 15-20 മിനിറ്റ് മുന്നേ ബെല്ലടിക്കും. അങ്ങനെ തസ്ബീഹ്, പിന്നെ അത് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം, ഖിറാഅത്ത്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അങ്ങനെ പഠനം അതിന്റെ പഠിക്കാനുള്ള സമയമാണ് 8:30 വരെ. പിന്നെ 8:30ക്ക് നമുക്ക് ഫുഡിന് ബെല്ലടിക്കും. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് നിസ്കാരം, ഹദ്ദാദ് കഴിഞ്ഞ് പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെയാണുള്ളത്. ടീച്ചറെ, ഹോസ്റ്റലില് റൂമിലൊക്കെ എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവുക? എല്ലാവരും കൂടി ഒരു റൂമിലാ? അത് എല്ലാ രീതിക്കും ഉണ്ടാവും. ഫസ്റ്റ് ഇയർ ഒക്കെ എല്ലാവരും ഒരുമിച്ചേക്കും ഉണ്ടാവുക. പിന്നെ അടുത്ത വർഷങ്ങളൊക്കെ ആവുമ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഒരു റൂമൊക്കെ ആവും. ഓക്കെ. പിന്നെന്താ, ഹോസ്റ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ടട്ടാ. അതൊക്കെ നല്ല ഉഷാറാണ്, അടിപൊളിയായിട്ട് പോകും. എക്സാം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എക്സാം എങ്ങനെ നമുക്ക് നേടിയെടുക്കാന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്കൂളത്തെ വിഷയമൊക്കെ നല്ല ഡീപ്പായിട്ടാണ് വരൂലേ? എല്ലാതും നല്ല ഡീപ്പായിട്ട് തന്നെ എടുത്തു തരും. ഓക്കെ. പിന്നെ ഇതുപോലെ നമ്മള് ദാറുൽഹുദന്റെ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയത്. അതായത് നമ്മള് ദാറുൽഹുദയിൽ പറഞ്ഞില്ലേ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനത്തെ എല്ലാ കോളേജുകളിലും സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. ഇപ്പൊ ചെമ്മാട് സാറവിയ കോഴ്സിനാണെന്നുണ്ടെങ്കിൽ സാറ കോളേജിൽ റസ്വ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റുഡൻസ് യൂണിയൻ ഉള്ളത്. അതിന് കീഴിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ റബീഉൽ ലെവലിൽ നമ്മളെ ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നമുക്ക് കൂടിയാൽ കൂടുതൽ നമ്മൾ അക്കാദമിക് ലെവൽ, അതായത് നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ അതുപോലെ വലിയ ആളുകളുടെ ഒക്കെ ഒരുപാട് ടോക്ക് സെഷൻ എടുക്കണ്ട, അതായത് ഗസ്റ്റ് ടോക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ പുറത്തൊക്കെ എപ്പോഴെങ്കിലും 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ആളുകളൊക്കെ വന്നിട്ട് ഒരുപാട് ഗസ്റ്റ് ടോക്ക് സെഷനുകൾ ഉണ്ടാവും. പുറത്തുനിന്നുള്ള വലിയ ആളുകളൊക്കെ വന്നിട്ട്. ഈ ഇതുണ്ട്, യൂണിഫോം ഒക്കെ എങ്ങനെയാ, പർദ്ദ ആയിക്കാരം? ഡിഗ്രി ക്ലാസ്സിലെ പർദ്ദയാണ്. ഡിഗ്രി എത്തുന്നതിന്റെ മുന്നേ സാധാ ടോപ്പും പാന്റും അങ്ങനെ ആയിട്ടാണുള്ളത്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ യൂണിയൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ യൂണിയൻ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾക്ക് അറ്റൻഡ് ചെയ്താൽ നല്ല ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയാവാൻ പറ്റും. അതായത് നമ്മളെ പഠിക്കണ കാര്യങ്ങളും പിന്നെ അതല്ലാത്ത നമുക്ക് പരിപാടികൾ, അതായത് പെൺകുട്ടികളായിട്ടുള്ള നമ്മൾ തന്നെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. നമ്മളിപ്പോ ഇതുവരെയൊക്കെ നമ്മൾക്ക് ടീച്ചേഴ്സും സാറുമാരൊക്കെ അല്ലേ നമ്മളെ പരിപാടികളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിന്, ഉസ്താദുമാരൊക്കെ. പക്ഷെ ഇനി എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ തന്നെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുക, അങ്ങനെ സെറ്റപ്പുകളൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് നല്ല ഉയരാനുള്ള അവസരങ്ങളാണ് അതൊക്കെ കേട്ടാ. അപ്പൊ അതൊക്കെ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് നല്ല ഉഷാറാവാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ, ഈ കോഴ്സൊക്കെ ചെയ്യും. ഒരു വർഷവും ഒരു തവണയെ കഴിയുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാം. ഒരു വർഷം ഒറ്റ തവണയെ കഴിയുള്ളൂ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് വയസ്സിന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് മദ്രസ 5ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് 11 വയസ്സ് 11.5 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദാറുൽഹുദയിലേക്ക് അഡ്മിഷനിൽ ടൈം ലിമിറ്റ് ഉണ്ട്. 11.5 വയസ്സിന്റെ മുമ്പ് ജോയിൻ ചെയ്യണമെന്നാണ്. പിറ്റത്തെ വർഷം കുട്ടി പരീക്ഷ എഴുതി വരുമ്പോൾ 12 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബനാത്തിലേക്കും അങ്ങനെ തന്നെയാണ്. സെഹ്റവിയിലേക്ക് 13.5 വയസ്സിന്റെ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ, അതിന്റെ മുമ്പാണെങ്കിൽ രണ്ടാമത് അറ്റൻഡ് ചെയ്യാം. പക്ഷേ ആ സമയത്തേക്ക് രണ്ടാമത് പരീക്ഷ എഴുതുമ്പോഴേക്ക് വയസ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രായം കൂടുതലില്ലാത്ത കുട്ടികൾക്കൊക്കെ രണ്ടാമത് അടുത്ത വർഷം എഴുതാനുള്ള അവസരം ഉണ്ടാവും, ഇക്കൊല്ലം കിട്ടിയില്ലെങ്കിൽ. പക്ഷെ പ്രായമായവര്, അതായത് 11.5 വയസ്സ് 12 വയസ്സൊക്കെ ആയ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ ദാറുൽഹുദയിൽ പിന്നീട് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ 13 വയസ്സായ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ അടുത്ത വർഷം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് എന്ന രീതിയിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എഴുതാലോ എന്ന് കരുതരുത്. വയസ്സ് കുറച്ച് കുറവുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ 10.5 വയസ്സായിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് അടുത്ത വർഷം എഴുതാൻ പറ്റും. അതുപോലെ പെൺകുട്ടികൾക്ക് 11 വയസ്സായിട്ടുള്ളൂ, ആ കുട്ടിക്ക് അടുത്ത വർഷം എഴുതാൻ അവസരമുണ്ട്. പക്ഷെ 12 വയസ്സായ കുട്ടിക്ക് പിന്നീട് അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അത് നല്ല ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ടുകൾ? ഇല്ല. പിന്നെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല, ഞാൻ ഓഫീസിലായതുകൊണ്ടാണ് മുഴുവൻ കേൾക്കാൻ പറ്റാതെ. നിങ്ങൾ ഈ തരുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിക്കും പഠിക്കണം, നോട്ടായിട്ട് എഴുതി വെക്കണം, റിപ്പീറ്റ് ചെയ്യണം. അതോടുകൂടെ തന്നെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നാളെ അല്ലെങ്കിൽ പിന്നീട് വരുന്ന 1-2 ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ പേര് ഫാത്തിമ എന്ന് വിചാരിക്കുക.
അപ്പൊ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്റെ പേര് ഫാത്തിമ, എന്റെ ഉപ്പാന്റെ പേര് ഇതാണ്, ഉമ്മാന്റെ പേര് ഇതാണ്, എന്റെ നാട് ഇതാണ്, ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കുന്നു, ഇത്രയും ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ രാവിലെ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ആകാനാണ് ആഗ്രഹം. ഞാൻ ഫാത്തിമ സഹ്റ കോളേജിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് അവിടെ 8 വർഷത്തെ കോഴ്സിന് ചേരാണ്. അവിടെയുള്ള കോഴ്സിൽ എനിക്ക് അതും ഇതൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഭാവിയിൽ നല്ല വിവരമുള്ള ഒരു ലേഡി ആവണം, അങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടാവില്ലേ? നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചും ഒക്കെ പറയാനുള്ള ഒരു സ്കില്ല് അഥവാ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. അത് എന്തിനാ വെച്ചാൽ ദാറുൽ ഇന്റർവ്യൂവിൽ പ്രത്യേക ഒരു ഘടകമാണ്. സ്വന്തമായി കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ്, ധൈര്യം, ലീഡർഷിപ്പ് ക്വാളിറ്റി, പബ്ലിക് സ്പീക്കിംഗ് ക്വാളിറ്റി അത് ഉണ്ടോ ചെക്ക് ചെയ്യും. അത് നിങ്ങൾ സ്കൂളിൽ പല പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളോ അല്ലെങ്കിൽ മദ്രസയിലെ പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കഴിയും. ഇല്ല എങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നാളെ തന്നെ തുടങ്ങുക. നിങ്ങൾ നാളത്തെയോ അടുത്ത ഏതെങ്കിലും ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓരോരുത്തരും സ്വന്തത്തെ കുറിച്ച് പറയാൻ പഠിക്കണം. അത് ഉപ്പാനോടോ ഉമ്മാനോടോ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളോട് ഇപ്പൊ നിങ്ങളെ പേര് പറയണം, ഉപ്പാന്റെ ഉമ്മാന്റെ പേര് പറയണം, പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച് പറയണം, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഇതാണ്, കാരണം ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈയിടെയായിട്ട് വായിച്ച പുസ്തകം ഇതാണ്, കാരണം അതിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയാൻ പഠിക്കണം. അത് മലയാളത്തിലാണ് പറയേണ്ടത്, അതിനെ ഇംഗ്ലീഷിലേക്ക് പറയാൻ പതുക്കെ ശ്രമിക്കുക. കാരണം ഇന്റർവ്യൂവിൽ ഇപ്പൊ അങ്ങനെ ചോദിക്കും, ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ മൈ സെൽഫ് ഈസ് സോ ആൻഡ് സോ, മൈ ഫാദേഴ്സ് നെയിം ഇസ് ദിസ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ പറയേണ്ടി വരും. അപ്പൊ എന്താണ് ചോദിക്കുക, എപ്പോഴാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആദ്യത്തെ അസൈൻമെന്റ് എന്താണ്, നിങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പഠിക്കുക. അത് വേണമെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നിങ്ങൾ എന്തൊരു പേജിൽ എഴുതിയിട്ട് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക. പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ വേറെ അസൈൻമെന്റ് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. അപ്പൊ ആദ്യത്തെ അസൈൻമെന്റ് മറക്കേണ്ട, നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ക്ലാസ്സിന്റെ ഉള്ളിൽ തീർക്കണം. ഓരോരുത്തരും സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മെന്റേഴ്സ് പറഞ്ഞുതരും. അതനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്ത് പഠിച്ചു വരണം. നിർബന്ധമായിട്ട് കാണാപിടിക്കാറിനാല് ഒന്നും നോക്കാതെ തന്നെ ഓൺ ദ സ്പോട്ടിൽ പറയാനുള്ള ആ ഒരു സ്കില്ല്, ധൈര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാവണം. കണ്ടിട്ടില്ലേ നിങ്ങൾ റബി ലെവലൊക്കെ ആകുമ്പോൾ കുട്ടികൾ പ്രസംഗിക്കുന്നത് സ്റ്റേജിൽ വന്നിട്ട് അപ്പൊ ചിലവർ സ്റ്റക്ക് ആവും, കാരണം കാണാൻ പഠിച്ചുകൊണ്ടാണ്. പക്ഷെ അത് സ്വന്തമായി കാണാൻ അങ്ങനെ പറയുന്നതാണെങ്കിലും അപ്പൊ നിങ്ങളെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് കാണാൻ പഠിക്കാനില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, പേടിയില്ലാതെ ചെയ്യാൻ പറ്റും. കാരണം ദാറുൽ അല്ലെങ്കിൽ സഹ്റവിയിലെ ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അതായത് ഇത്ര 7 കൊല്ലം നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ കുട്ടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുമോ, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറാകാൻ കഴിവുള്ളവരാണോ, നല്ലൊരു പ്രഭാഷകരാകാൻ കഴിയുന്നതാണോ, ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ അറിയാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ വളരെ പ്രധാനമാണ്. അത് മലയാളത്തിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ ഇംഗ്ലീഷിന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പഠിക്കുക, എഴുതി പഠിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി എഴുതാനും കഴിയണം. കാരണം ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളെ കുറിച്ച് എഴുതാനായിരിക്കും ചോദിക്കുക, അപ്പൊ പറയലായിരിക്കില്ല. ഇത് രണ്ടും പ്രധാനമായിട്ട് കേട്ടോ. ഓക്കെ. കണ്ടിന്യൂ ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. വേറെ കൂടുതലൊന്നും ഇല്ലെങ്കിൽ ഷഹന. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാന്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. മറ്റൊരു കാര്യം, ഒരു കാര്യം, നാളെ മുതൽ എങ്ങനെ ക്ലാസ് എടുക്കുന്നത്? രണ്ടും കൂടി കമ്പൈൻ ആയിട്ടോ? അല്ലല്ലോ, രണ്ടും രണ്ടായിട്ടല്ലേ? സഹ്റവിയ കോഴ്സിന് ഹുദവി കോഴ്സിന് വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ ഗ്രൂപ്പിലേക്ക് മീറ്റിംഗിന്റെ ലിങ്ക് ഇടും. സെപ്പറേറ്റ് ഒരേ സമയത്താണോ രണ്ടും നടക്കുന്നത്, അതോ സെപ്പറേറ്റ് സമയമാണോ? അത് ആ ഗ്രൂപ്പിൽ അറിയിക്കൂലേ? സമയം ഒന്ന് തന്നെയാണ് ഇപ്പൊ നമ്മള് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 5:30 to 6:30 വരെയാണ് ഇൻഷാല്ലാ നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ, ആ ഗ്രൂപ്പിൽ അറിയിക്കണം. രണ്ടും ഒരു സെപ്പറേറ്റ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, താങ്ക്സ്. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെ ആയിരിക്കട്ടെ. നാളെ മുതൽ ഇൻഷാല്ലാ 5:30 അപ്പൊ എല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ ആയതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ മുതൽ ഇൻഷാല്ലാ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ സിലബസ് വേറെ ആണല്ലോ, 5ാം ക്ലാസ് 7ാം ക്ലാസ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാകുക. ഹുദവി കോഴ്സിനുള്ളവർക്ക് ഒരു ക്ലാസ്സും അതുപോലെ തന്നെ സഹ്റവിയ കോഴ്സിനുള്ള വേറെ ക്ലാസ്സും ഉണ്ടാവുക. പക്ഷെ ഇൻഷാല്ലാ സെയിം സമയത്താകും. അതായത് 2 മെന്റേഴ്സ് ആണുള്ളത്. അപ്പോ രണ്ട് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ സെയിം സമയത്ത് തന്നെ ആയിരിക്കും ഇൻഷാല്ലാ. പിന്നെ റമദാന്റെ ആ ഒരു ഇതാവുമ്പോ സമയമാകുമ്പോഴേക്കും നമ്മൾ ഇൻഷാല്ലാ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫിക്സ് ചെയ്യാം ആ ഒരു ടൈമിനുള്ളത്. ടീച്ചറേ, ഒരാൾക്ക് 2 മെന്റേഴ്സ് ഉണ്ടാവും? അല്ല, ഹുദവി കോഴ്സിനുള്ള കുട്ടികൾക്ക് ഒരു മെന്റർ, പിന്നെ അതുപോലെ സഹ്റവിയ കോഴ്സിനുള്ള കുട്ടികൾക്ക് വേറൊരു മെന്റർ.
ടീച്ചറെ ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യല്ല ചെയ്യാ, അല്ലാതെ എഴുതുന്നല്ലോ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് നമ്മളോട് സംസാരിക്കുക, ചോദിക്കുക, പറയാന്നുള്ള സെഷനാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയാം. മറ്റേത് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. അതായത് ദാറുൽഹുദന്റെ എക്സാമിന് അല്ലെങ്കിൽ സെറവിന്റെ എക്സാമിന് 2 രീതിയിലാണ് ഉണ്ടാകുക. ഒന്ന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും, അത് നമ്മളെല്ലാവരും അറ്റൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടാകും. ഇപ്പൊ ഇന്റർവ്യൂ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിപ്പോ പറയാൻ കഴിയൂല. കാരണം കഴിഞ്ഞ പ്രാവശ്യം റിട്ടൺ ടെസ്റ്റിൽ, അതായത് എഴുത്ത് പരീക്ഷയിൽ ജയിച്ചവരെ മാത്രമായിരുന്നു സെറവിയ കോഴ്സിൽ കേട്ടോ. സെറവിയ കോഴ്സിൽ എഴുത്ത് പരീക്ഷയിൽ വിജയിച്ചവർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഇന്റർവ്യൂ അഥവാ വൈവ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ വർഷം അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതിന് മുന്നത്തെ വർഷങ്ങളൊക്കെ ഇതുപോലെ എല്ലാവരും എക്സാം എഴുതുന്ന എല്ലാ വ്യക്തികളും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റ് എഴുതുക വേണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിനകത്ത് ചെറിയ മാറ്റം വന്നു. ഒരുപക്ഷെ ഇപ്രാവശ്യം അതിന് വീണ്ടും മാറ്റം വരാം. ദാറുൽ ഹുദക്ക് അഥവാ ഹുദവി കോഴ്സിന് പക്ഷേ എല്ലാ കുട്ടികളും, അതായത് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് സിസ്റ്റം. എങ്ങനെ റിട്ടൺ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധാ നമ്മൾ എക്സാം എഴുതുന്ന എഴുത്ത് പരീക്ഷ ഉണ്ടല്ലോ, റൈറ്റ് എഴുതുക, അങ്ങനെ സാധാ എഴുത്ത് പരീക്ഷ എന്നുള്ളത്. പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കൂലേ, അതായത് നമ്മളോട് അവിടെയുള്ള ഉസ്താദ് ടീച്ചർ ആരാണെന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ ഒരപ്പുറം ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കും. എന്നിട്ട് നമ്മളടുത്ത് ചോദിക്കൂലേ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് നിങ്ങളുടെ അംബീഷൻ. അതിനാണിപ്പോ നമ്മളടുത്ത് സാറ് പറഞ്ഞില്ലേ, അതായത് നമ്മള് എല്ലാരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് അതിനാ പറഞ്ഞത്. അതായത് ഇന്റർവ്യൂല് നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. നമ്മൾ വരുമ്പോ ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം നമ്മളോട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂഷൻ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് വിട്ടേണ്ടത്? എഴുതിയിട്ടല്ല, പറയാനാണ്. അത് നമ്മള് നാളത്തെ ഒരു ക്ലാസ് മുതൽ നമ്മൾ പറയും ആ കാര്യങ്ങളൊക്കെ. അതായത് അത് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. പറയാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇന്റർവ്യൂ ആകുമ്പോൾ നമ്മളോട് ചോദിക്കലല്ലേ, നമ്മളോട് ഇങ്ങനെ നേരിട്ട് വന്നിട്ട് ചോദിക്കുക, നമ്മൾ പറയാം. അങ്ങനെ ആയിരിക്കും ഇന്റർവ്യൂ ഉണ്ടാകുക. അപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ? ഈ ലീവ് റമദാനില് മാത്രല്ലേ ഉണ്ടാവുള്ളൂ? റമദാനിലാണ് വലിയ ലീവ് ഉണ്ടാവുക. പിന്നെ മാസത്തിൽ നമുക്ക് 2 ദിവസം ലീവ് ഉണ്ടാവും. അതായത് വ്യാഴാഴ്ച വന്നിട്ട് ഞായറാഴ്ച പോകും എല്ലാ മാസവും. അപ്പൊ അതിന്റെ ചെയ്തോളൂ നമുക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ 5:30 തന്നെ ക്ലാസ്സിൽ കൃത്യം എത്താൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 3 സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.